അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് ആണ്. എന്താണ് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ്? ഇതിൽ നോക്കേണ്ടത് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള രണ്ട് ടേം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഏതൊക്കെയാണ്? കോസ്റ്റും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കോസ്റ്റും പ്രോഫിറ്റും അതിനോടൊപ്പം സെയിൽസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു സെയിൽസ്. അപ്പോൾ നോക്കി, ഈ ബ്രേക്ക് ഇവൻ അതാണ് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ്. എന്തൊക്കെയാണ്? കോസ്റ്റും പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ഫാക്ടറിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല കേട്ടോ. ദാറ്റ് ഈസ് നൈദർ പ്രോഫിറ്റ് ഓർ നോ ലോസ്. അപ്പം നോ പ്രോഫിറ്റ് നോ ലോസ് ലൈൻ, ബ്രേക്ക് ഇവൻ അനാലിസിസ് നോ പ്രോഫിറ്റ് നോ ലോസ് ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, കോസ്റ്റ് പ്രോഫിറ്റ് സെയിൽസിലുള്ള അതിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എത്തിച്ചേരുന്ന പോയിന്റിനെ, അതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റും സെയിൽസും കോസ്റ്റും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? നമുക്ക് നൈദർ പ്രോഫിറ്റ് ഓർ നോ ലോസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റിലാണ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാനുണ്ട്. എങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്? ഞാനിവിടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇൻ യൂണിറ്റ്സ്, ഇൻ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്സ് യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫിക്സഡ് എക്സ്പെൻസ് ഓർ ഫിക്സഡ് കോസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഡൗട്ട് അടിക്കേണ്ട. ഞാൻ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് എഴുതുന്നു പറഞ്ഞു. ഫിക്സഡ് എക്സ്പെൻസ് ആവണമെന്നില്ല, കോസ്റ്റ് ആവാം. ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഇൻ യൂണിറ്റ്സിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണുന്നത്. ക്വസ്റ്റിന് നിങ്ങൾക്ക് ചിലപ്പം യൂണിറ്റ്സിൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം, വാല്യൂവിൽ ചോദിക്കാം. അപ്പോൾ യൂണിറ്റ്സിലാണ് എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് ആണ് അവിടെ എടുക്കേണ്ടത്. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് ഓർ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അങ്ങനെ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷനാണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇതിലേത് രണ്ട് ഇക്വേഷനിലൊന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ഐറ്റം വെച്ച് ഇക്വേഷൻ മാറ്റുക. അപ്പോൾ ഇത് നോക്കുക, ബ്രേക്ക് ഇവൻ പോയിന്റ്സ് യൂണിറ്റ്സിലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇൻ വാല്യൂവിലാണ് രണ്ട് രീതി കാണാം. ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എന്താ? ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാം കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഓക്കെ, നോക്കുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് വോളിയം ഓഫ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതെന്താണ്? ഇത് മനസ്സിലാക്കുന്ന കോസ്റ്റ് വോളിയം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് മാത്രമാണ്. എന്തിനു വേണ്ടിയാണ്? ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ, അതുപോലെ അവർക്ക് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയാണ് ഈ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അവർ നോക്കുന്നത്. ഒന്ന് അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ദ ടൂൾ യൂസ്ഡ്, എന്തൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. പ്രോഫിറ്റ് വോളിയം അനാലിസിസ്, ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. ഈ മൂന്നെണ്ണം യൂസ് ചെയ്താണ് നമ്മൾ CVP അനാലിസിസ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ബ്രേക്ക് ഇവൻ്റ് ഉണ്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, പ്രോഫിറ്റ് വോളിയം അനാലിസിസ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റിന് എന്തിനാണ്? അവരുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക, അതിൻ്റെ ബേസിസിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ബ്രേക്ക് ഇവൻറ്റ് അനാലിസിസ് എന്താണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെയാണ് എത്തുന്നത്, അതുപോലെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ PV റേഷ്യോ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ PV റേഷ്യോയുടെ യൂസസ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. മെയിൻലി ഞാൻ പറഞ്ഞു മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് അവരുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നത് വെച്ചാൽ സെയിൽസിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. നോക്കാം. PV റേഷ്യോ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ്, പ്രോസസ്, ഓപ്പറേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഏതാണ് പ്രോഫിറ്റബിലിറ്റി നൽകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് BP എന്ന് വെച്ചാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ സെയിൽസ് വോളിയം റിക്വയർഡ്. ഓക്കെ, നെക്സ്റ്റ്
It helps to determine the contribution and profit at a certain level of sales. Okay, നോക്കിയേ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എത്രമാത്രം കോൺട്രിബ്യൂഷൻ അതിൻ്റെ ബേസിസിലുള്ള പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മാർജിൻ ഓഫ് സേഫ്റ്റി. എവിടെയാണോ ബിസിനസ് സേഫ്റ്റി പൊസിഷനിൽ എത്തുന്നത് ഇതും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പി വി റേഷ്യോ നമ്മൾ ഇക്വേഷൻ നോക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നമുക്ക് അങ്ങനെ പി വി റേഷ്യോ കാണാം. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ നമുക്ക് പി വി റേഷ്യോസ് കാണാം. പല ഇക്വേഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് നമ്മളോട് ചോദിക്കാവുന്ന 2 ടേമാണ് സെയിൽസ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇത്ര 1 ലക്ഷം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമുക്ക് എത്രമാത്രം സെയിൽ ചെയ്യണം, എത്രമാത്രം നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? നോക്കി, ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യേണ്ടത്, ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അതിൻ്റെ ബേസിസ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ചോദിക്കാവുന്ന ഒരു ഐറ്റമാണ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. ചിലപ്പോഴായിരിക്കും ചോദിക്കുക. അത് നമ്മൾ കാണുന്നത് 100 മൈനസ് പി വി റേഷ്യോ. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളൊരു പേപ്പറിലോട്ട് ഒരു ഇക്വേഷൻസ് എഴുതിയിട്ട് അത് പഠിക്കുക, നോക്കി വായിച്ചാണെങ്കിലും പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ആവും. തന്നിരിക്കുന്ന ഐറ്റം വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും നേരമായിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്ന് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തായിരുന്നു. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലേ? ഒരു ബിസിനസ്സിന് പി വി റേഷ്യോ പോലെ തന്നെയും ഡി ഇ പി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. എന്ന് വെച്ചാൽ അത് സേഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സെയിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എസ്റ്റിമേറ്റഡ് സെയിൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ആ സെയിലും നമുക്ക് എത്രയാണോ നമുക്ക് ആ ബിസിനസ്സിൽ നടന്ന സെയിലും, ദാറ്റ് ഈസ് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുക. ഇപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ ലാർജ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് പ്രോഫിറ്റബിലിറ്റി പൊസിഷനിലായിരിക്കും പോകുന്നത്. അതുപോലെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തിനെ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നേരെ തിരിച്ചോ, നമുക്ക് ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് ആണെങ്കിലോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി താഴോട്ടാണ് അല്ലേ, ഡിക്രീസിങ് പൊസിഷനിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ബേസിസിൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കൂട്ടാം, ബാക്കി കോസ്റ്റിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കി, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽ, ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി ഹൈ ആണെങ്കിൽ ബിസിനസ്സിൻ്റെ സെയിൽ നമ്മൾ വിചാരിച്ചതിലും മേളിലാണ്, ആക്ച്വലിലും മേളിലാണ് പോകുന്നതെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കോസ്റ്റ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൂട്ടാനും സാധിക്കും. നേരെ ഓപ്പോസിറ്റ്, നമുക്ക് ഡിക്രീസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറവാണെന്ന് മനസ്സിലാക്കാം. അവിടെ നമുക്ക് കോസ്റ്റ് ആയിരിക്കും കൂടുക അല്ലേ, വേരിയബിൾ കോസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫിക്സഡ് ആയിട്ട് തന്നെ തുടരുകയും ചെയ്യും. ദാറ്റ് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി ചെയ്യാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വൽ സെയിൽസും നമ്മുടെ എസ്റ്റിമേറ്റഡ് സെയിൽസും, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. അങ്ങനെ തന്നെ ചെയ്യാം. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. നമുക്ക് രണ്ടാമതായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. മെയിൻലി നിങ്ങളൊരു പ്രോബ്ലത്തിൽ എല്ലാം കാണാൻ, ഇപ്പോൾ ബി ഇ പി ഉണ്ട്, പി വി റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇങ്ങനെ ഒരുപാട് ഐറ്റം കാണാനുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. പെർസെൻറ്റേജ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. അത് ചോദിക്കാറില്ല, ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇൻ കേസ് നമ്മൾ കണ്ടുവച്ചെന്ന് വെച്ചും പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പം ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്താണ് അല്ലേ, എന്തൊക്കെ തമ്മിലുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ സെയിലും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞു. ബ്രേക്ക് ഈവൻ്റെ അനാലിസിസ്, അതിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പ്രോഫിറ്റും ലോസും കൂടി ഒന്നിച്ച്, എന്ന് വെച്ചാൽ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ സെയിൽസും ഒന്നിക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അവിടെ പ്രോഫിറ്റും ലോസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ, നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞു. നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണാനായിട്ട് യൂണിറ്റ്സിലാണെങ്കിലും അതുപോലെ വാല്യൂലും കാണാനുള്ള ഇക്വേഷൻസും നോക്കിയായിരുന്നു അല്ലേ.
ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് യൂണിറ്റ്സിൽ കാണാനുള്ളത്. വാല്യൂവിലാണ് തന്നെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അവിടെ സെയിൽസും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി വാല്യൂവിൽ കാണാനാണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്ന സെയിൽസ് തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് 10 പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 80,000 ആണ് അല്ലേ. അപ്പോൾ സെയിൽസ് 10,000 യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 തന്നിട്ടുണ്ട്. അറ്റ് 20 പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റും യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് അറിയാം, ഫിക്സഡ് ആണ്. 80,000 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ യൂണിറ്റ്സിലാകുമ്പോൾ നിങ്ങൾ നോക്കുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ്സിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വാല്യൂസിലും കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്കിവിടെ രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഇൻ യൂണിറ്റ്സ് നോക്കാം. ഇക്വേഷൻ ഓർക്കുക, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 80,000 ആണ്. കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണുന്നത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ്സിലാണ് കിടക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് യൂണിറ്റ്സിലാണ്. സെയിൽസിൻ്റെ നമുക്ക് യൂണിറ്റ്സ് ഉണ്ടല്ലേ, 20 ആണ് പറയുന്നത് അല്ലേ, വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സെയിൽസ് യൂണിറ്റ്സിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അങ്ങ് കുറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പം സെയിൽസ് പെർ യൂണിറ്റ് 20 ആണ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി 10. ഓക്കെ, അപ്പം 80,000 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 8,000 യൂണിറ്റ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ യൂണിറ്റ്. അപ്പോൾ എത്ര യൂണിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 8,000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽസിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇൻ വാല്യൂസിൽ നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ 8,000 യൂണിറ്റ്സ് എന്താണ് നമ്മൾ സെയിൽസ് എന്താണ് വിൽക്കണം, സെയിൽ നടത്തണം, അത്രയും യൂണിറ്റ്സ് വിറ്റ് പോകണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ വാല്യൂ എത്രയാവുമെന്ന് കണ്ടുപിടിക്കാം. ഇൻ സെയിൽസ് അല്ലെ, വാല്യൂസിലാണെങ്കിൽ എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 80,000 ആണ്. സെയിൽസ് പെർ യൂണിറ്റ് നമുക്കുണ്ട് 20 ആണ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച്, ദാറ്റ് ഈസ് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,60,000 അല്ലേ. അപ്പോൾ ഈ 8,000 യൂണിറ്റ് സെയിൽ ചെയ്യാൻ നമുക്കുണ്ടാവുന്ന കോസ്റ്റ് അല്ലെ, അതിൻ്റെ വാല്യൂ ആണ് എന്ന് പറയുന്നത് 1,60,000. അപ്പോൾ ഇൻ യൂണിറ്റ്സിലും ഇൻ സെയിൽസിലും ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. നമ്മളതിൻ്റെ ഇക്വേഷൻ ഓർക്കുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇൻ യൂണിറ്റ്സ് വാല്യൂവിലാണ് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ വാല്യൂസിലാണ് കിട്ടണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ. BEP ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് സെയിലാണ് BEP എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടെ വരുന്നൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി പറഞ്ഞു, ആക്ച്വൽ സെയിൽസും അതുപോലെ ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. PV റേഷ്യോ എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ കോസ്റ്റ് വോളിയം ഓഫ് സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ, സെയിൽസ് റെക്കോർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1 lakh. ഇത്രയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 10 lakhs, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 5 lakh, ഫിക്സഡ് കോസ്റ്റ് 3 lakh. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാണാം അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ കാണാം. കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കാണാം. ഇവിടെ കോൺട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് 10 lakhൽ നിന്ന് 5 lakh കുറച്ചാൽ 5 lakh ആയിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലേ. അത് നമ്മൾ ആദ്യം തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനിലാണ് ഞാൻ ആൻസറിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് നേരത്തെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ വെക്കുക. ഇനി നമുക്ക് എങ്ങനെ PV റേഷ്യോ, ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് എന്താ? PV റേഷ്യോ കാണാനല്ലേ. അപ്പോൾ നമുക്ക് PV റേഷ്യോ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ. ഇവിടെ നോക്കാം, പ്രോഫിറ്റും വോളിയം ഓഫ് സെയിലും അതുപോലെ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏത്? PV റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ?
കോസ്റ്റുകൾ തമ്മിലുള്ളത് അല്ലേ, കോസ്റ്റും വോളിയം ഓഫ് സെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ അല്ലേ. അപ്പം കോൺട്രിബ്യൂഷനും അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കാണാനുള്ള ഏക ഇൻഡിക്കേറ്റർ ഏതാ, സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, അതാണ് നമ്മൾ പി വി റേഷ്യോ കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചു 5 lakh അല്ലേ, ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാ, 10 lakhs ആണ്, ഇൻറ്റു 100, ദാറ്റ് ഈസ് 50% ആണ് നമ്മുടെ പി വി റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ നമുക്ക് എത്ര വരണം, 50% തന്നെ കമ്പനിക്ക് വരണം അല്ലേ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് സെയിൽസ് എത്ര. അപ്പോൾ ബിസിനസ് പി വി റേഷ്യോ 50% എന്ന് പറഞ്ഞു, ഇനി അവർ എത്രയാണ് എസ്റ്റിമേറ്റഡ് സെയിൽ എന്ന് നോക്കാം, അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നമുക്കത് കാണാനുള്ള ഇക്വേഷൻ അറിയാം, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എടുക്കുക അല്ലേ. നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത ഇക്വേഷൻ നോക്കുക, ഏതാ, ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതും നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മേല, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇല്ല, പെർ യൂണിറ്റ് വാല്യൂ തന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഏതാ, നമുക്ക് പി വി റേഷ്യോയുടെ റിലേഷനിൽ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഏതാ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഞാൻ പറഞ്ഞു പി വി റേഷ്യോ കാണാൻ പറഞ്ഞ ബി പി കാണാൻ ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്കുണ്ട് എത്ര, 3 lakhs ആണ്, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് എന്താ, 50% ആണ് അല്ലേ. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 3 lakh ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ബി പി കിട്ടും എത്ര, 6 lakh. അപ്പോൾ 6 ലക്ഷമാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, മാർജിൻ ഓഫ് സേഫ്റ്റി. നമുക്കിവിടെ എസ്റ്റിമേറ്റഡ് സെയിൽസ് ദാറ്റ് ഈസ് ബ്രേക്ക് ഇവൻ സെയിൽ കിട്ടി. ഇനി നമുക്ക് എത്രയാണോ ആക്ച്വൽ സെയിൽസ് ഉണ്ടായിരിക്കുന്നത് നോക്കാം. ആക്ച്വൽ സെയിൽസ് എത്രയാണ്, നമുക്കിവിടെ 10 lakhs ആണ് അല്ലേ. ആ ബിസിനസ്സിന് ഉണ്ടായിരിക്കുന്ന സെയിൽസ് 10 lakh ആണ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന 6 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാണരുതോ, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്, ദാറ്റ് ഈസ് ആക്ച്വൽ സെയിൽസ് 10 lakh ആണ്, അതിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽസ് 6 lakh ആണ്. അപ്പോൾ നമുക്ക് 4 lakh എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി ആണല്ലേ. അപ്പോൾ നമ്മളിപ്പോഴും പ്രോഫിറ്റബിലിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ കാണാൻ പറഞ്ഞു അല്ലേ. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ കാണുന്നത് എങ്ങനെയാണ്, എത്രയാണോ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതിനെല്ലാം ബേസ് ചെയ്താൽ സെയിൽസ് ആണ് അല്ലേ. പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്താൽ സെയിൽസ് ആണ്, ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. മാർജിൻ ഓഫ് സേഫ്റ്റി 4 lakhs ആണ്, ഡിവൈഡഡ് ബൈ സെയിൽസ് 10 lakh ഇൻറ്റു 100. അപ്പം 40% നമുക്ക് മാർജിൻ കിട്ടിയല്ലേ. അപ്പം നമുക്ക് പ്രോഫിറ്റ് എത്ര കൂടി, 40% എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അടുത്ത നമ്മളോട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടീഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് എത്രമാത്രം സെയിൽസ് വേണം, എത്ര പ്രോഫിറ്റ് 1 ലക്ഷം ആകാൻ നമുക്ക് എത്രമാത്രം സെയിൽസ് നമ്മൾ അച്ചീവ് ചെയ്യണം അല്ലേ. അപ്പോൾ സെയിൽസ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ് ഓഫ് ₹1 lakh പറഞ്ഞത്. അതെങ്ങനെയാണ് കാണുന്നത്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 3 lakh പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് നമ്മൾ എത്രയാണോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, നമുക്ക് എത്രയാണ് ഏൺ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞു 1 lakh ആണല്ലേ. 1 lakh ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്, 50% ആണ്, 50 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര സെയിൽ വേണം, 8 ലക്ഷം രൂപയുടെ സെയിൽ നടക്കണം അല്ലേ. 8 ലക്ഷം രൂപയുടെ സെയിൽ നടന്നാൽ മാത്രമേ നമുക്ക് 1 ലക്ഷം രൂപ എത്ര അച്ചീവ് ചെയ്യാൻ പറ്റൂ, പ്രോഫിറ്റായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അഡീഷണലായിട്ട് ഞാൻ കണ്ടതാണ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ചോദിക്കാറില്ല, ഇൻ കേസ് കണ്ടാൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. 1 മൈനസ് പി വി റേഷ്യോ ആണ് ഏത്, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. 1 മൈനസ് പി വി റേഷ്യോ 50% ആണ്, ദാറ്റ് ഈസ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോയും 50% ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്.